പ്രിയപ്പെട്ടവരെ, ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനം തന്നെ ജ്യാമിതീയമായ കൃത്യതയിലാണ്. നമ്മുടെ ഹൃദയമിടിപ്പും പ്രപഞ്ചത്തിന്റെ താളവും തമ്മിൽ ഒരു ആത്മീയ ബന്ധമുണ്ട്. എങ്ങനെയാണ് ശാസ്ത്രീയവും ആത്മീയവുമായ ഈ അറിവുകൾ ഉപയോഗിച്ച് നമുക്ക് അനുയോജ്യമായ ആത്മബന്ധങ്ങളെ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ കഴിയുക? നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുവരുന്ന ഓരോ വ്യക്തിയും നമ്മുടെ ആന്തരിക ഊർജ്ജത്തിന്റെ പ്രതിഫലനമാണ്. പരിശുദ്ധ ജ്യാമിതിയും ഹൃദയചക്രവും സമന്വയിക്കുന്നതിലൂടെ നമ്മൾ കേവലം ഒരു വ്യക്തിയെയല്ല, മറിച്ച് നമ്മുടെ ആത്മാവിന്റെ അതേ ആവൃത്തിയിലുള്ള ഒരു ഊർജ്ജത്തെയാണ് ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നത്. നമ്മുടെ ശരീരത്തിനു ചുറ്റുമുള്ള അതിശക്തമായ ഊർജ്ജവാഹനമാണ് മെർക്കബ. ഇതിന്റെ ജ്യാമിതീയമായ കൃത്യതയും നമ്മുടെ ഹൃദയത്തിന്റെ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡും ഒരേ താളത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ സ്നേഹത്തിന്റെ ഒരു കാന്തിക കേന്ദ്രമായി മാറുന്നു. ഇതിനെ അനാഹത ഉണർത്തൽ എന്ന് വിളിക്കുന്നു. മെർക്കബ എന്നത് വിപരീത ദിശയിൽ കറങ്ങുന്ന രണ്ട് ടെട്രാഹെഡ്രോണുകൾ ചേർന്ന പ്രകാശവാഹനമാണ്. ഇത് നമ്മുടെ ശരീരത്തിന് ചുറ്റുമുള്ള ഊർജ്ജ മണ്ഡലത്തെ ക്രമീകരിക്കുന്നു. ഹൃദയം പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ കാന്തിക തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്ന അവയവമാണ്. മെർക്കബയുടെ കൃത്യതയും ഹൃദയത്തിന്റെ സ്പന്ദനവും ഒന്നിക്കുമ്പോൾ നിങ്ങളുടെ ആവൃത്തി ഉയരുകയും സമാനമായ ഉന്നത ആവൃത്തിയിലുള്ള വ്യക്തികളെ ജീവിതത്തിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നു. ഹൃദയത്തിന്റെ കേന്ദ്രമായ അനാഹത ചക്രമാണ് സ്നേഹത്തിന്റെയും കരുണയുടെയും ഉറവിടം. ഇവിടെയുള്ള തടസ്സങ്ങൾ നീങ്ങുമ്പോൾ മാത്രമേ ആത്മാർത്ഥമായ ബന്ധങ്ങൾ സാധ്യമാകൂ. ആത്മബന്ധങ്ങളെ ആകർഷിക്കുന്നതിനു മുൻപ് നിലവിലുള്ള തടസ്സങ്ങൾ മാറ്റേണ്ടത് അത്യാവശ്യമാണ്. പുതിയൊരു ആത്മബന്ധം ജീവിതത്തിലേക്ക് കടന്നുവരണമെങ്കിൽ പഴയ ബന്ധങ്ങളുടെ ഊർജ്ജാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യേണ്ടത് അനിവാര്യമാണ്. നമ്മുടെ ഹൃദയചക്രത്തിൽ നിന്ന് മുൻകാല ബന്ധങ്ങളിലേക്ക് അദൃശ്യമായ ഊർജ്ജ ചരടുകൾ ബന്ധിക്കപ്പെട്ടിട്ടുണ്ടാകാം. മെർക്കബയിലെ മുകളിലേക്കും താഴേക്കും നോക്കുന്ന ത്രികോണങ്ങൾ നമ്മുടെ ഉള്ളിലെ ആത്മീയവും ഭൗതികവുമായ ഊർജ്ജങ്ങളെ പ്രതിനിധീകരിക്കുന്നു. എല്ലാ സൃഷ്ടിയുടെയും തുടക്കം സീഡ് ഓഫ് ലൈഫ് എന്ന ജ്യാമിതീയ രൂപത്തിൽ നിന്നാണ്. പുതിയൊരു ബന്ധം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഉത്തമമാണ്. ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനം തന്നെ ജ്യാമിതീയമായ കൃത്യതയിലാണ്. നമ്മുടെ ഹൃദയമിടിപ്പും പ്രപഞ്ചത്തിന്റെ താളവും തമ്മിൽ ഒരു ആത്മീയ ബന്ധമുണ്ട്. എങ്ങനെയാണ് ശാസ്ത്രീയവും ആത്മീയവുമായ ഈ അറിവുകൾ ഉപയോഗിച്ച് നമുക്ക് അനുയോജ്യമായ ആത്മബന്ധങ്ങളെ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ കഴിയുക? നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുവരുന്ന ഓരോ വ്യക്തിയും നമ്മുടെ ആന്തരിക ഊർജ്ജത്തിന്റെ പ്രതിഫലനമാണ്. പരിശുദ്ധ ജ്യാമിതിയും ഹൃദയചക്രവും സമന്വയിക്കുന്നതിലൂടെ നമ്മൾ കേവലം ഒരു വ്യക്തിയെയല്ല, മറിച്ച് നമ്മുടെ ആത്മാവിന്റെ അതേ ആവൃത്തിയിലുള്ള ഒരു ഊർജ്ജത്തെയാണ് ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നത്. നമ്മുടെ ശരീരത്തിന് ചുറ്റുമുള്ള അതിശക്തമായ ഊർജ്ജവാഹനമാണ് മെർക്കബ. ഇതിന്റെ ജ്യാമിതീയമായ കൃത്യതയും നമ്മുടെ ഹൃദയത്തിന്റെ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡും ഒരേ താളത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ സ്നേഹത്തിന്റെ ഒരു കാന്തിക കേന്ദ്രമായി മാറുന്നു. ഇതിനെ അനാഹത ഉണർത്തൽ എന്ന് വിളിക്കുന്നു. മെർക്കബ എന്നത് വിപരീത ദിശയിൽ കറങ്ങുന്ന രണ്ട് ടെട്രാഹെഡ്രോണുകൾ ചേർന്ന പ്രകാശവാഹനമാണ്. ഇത് നമ്മുടെ ശരീരത്തിന് ചുറ്റുമുള്ള ഊർജ്ജ മണ്ഡലത്തെ ക്രമീകരിക്കുന്നു. ഹൃദയം പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ കാന്തിക തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്ന അവയവമാണ്. മെർക്കബയുടെ കൃത്യതയും ഹൃദയത്തിന്റെ സ്പന്ദനവും ഒന്നിക്കുമ്പോൾ നിങ്ങളുടെ ആവൃത്തി ഉയരുകയും സമാനമായ ഉന്നത ആവൃത്തിയിലുള്ള വ്യക്തികളെ ജീവിതത്തിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നു. ഹൃദയത്തിന്റെ കേന്ദ്രമായ അനാഹത ചക്രമാണ് സ്നേഹത്തിന്റെയും കരുണയുടെയും ഉറവിടം. ഇവിടെയുള്ള തടസ്സങ്ങൾ നീങ്ങുമ്പോൾ മാത്രമേ ആത്മാർത്ഥമായ ബന്ധങ്ങൾ സാധ്യമാകൂ. ആത്മബന്ധങ്ങളെ ആകർഷിക്കുന്നതിനു മുൻപ് നിലവിലുള്ള തടസ്സങ്ങൾ മാറ്റേണ്ടത് അത്യാവശ്യമാണ്.
പുതിയൊരു ആത്മബന്ധം ജീവിതത്തിലേക്ക് കടന്നുവരണമെങ്കിൽ പഴയ ബന്ധങ്ങളുടെ ഊർജ്ജാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യേണ്ടത് അനിവാര്യമാണ്. നമ്മുടെ ഹൃദയചക്രത്തിൽ നിന്ന് മുൻകാല ബന്ധങ്ങളിലേക്ക് അദൃശ്യമായ ഊർജ്ജച്ചരടുകൾ ബന്ധിക്കപ്പെട്ടിട്ടുണ്ടാകാം. മെർക്കബയിലെ മുകളിലേക്കും താഴേക്കും നോക്കുന്ന ത്രികോണങ്ങൾ നമ്മുടെ ഉള്ളിലെ ആത്മീയവും ഭൗതികവുമായ ഊർജ്ജങ്ങളെ പ്രതിനിധീകരിക്കുന്നു. എല്ലാ സൃഷ്ടിയുടെയും തുടക്കം സീഡ് ഓഫ് ലൈഫ് എന്ന ജ്യാമിതീയ രൂപത്തിൽ നിന്നാണ്. പുതിയൊരു ബന്ധം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഉത്തമമാണ്. പരിശീലനം തുടങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ ഊർജ്ജശരീരം ശുദ്ധമായിരിക്കണം. ശാന്തമായ വായുസഞ്ചാരമുള്ള ഒരു മുറി തിരഞ്ഞെടുക്കുക. പച്ചനിറത്തിലുള്ള ഒരു വിളക്കോ മെഴുകുതിരിയോ തെളിക്കുന്നത് ഹൃദയചക്രത്തെ ഉണർത്താൻ സഹായിക്കും. നട്ടെല്ല് നിവർത്തി സുഖപ്രദമായി ഇരിക്കുക. കൈകൾ ഹൃദയത്തിനു മുകളിൽ ഒന്നിനു മീതെ ഒന്നായി വയ്ക്കുക. നിങ്ങളുടെ ഹൃദയമിടിപ്പും ശ്വാസവും തമ്മിൽ ഒരു ആത്മീയ ബന്ധം സ്ഥാപിക്കുക. ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ അത് ഹൃദയത്തിലൂടെ ഉള്ളിലേക്ക് വരുന്നതായും പുറത്തേക്ക് വിടുമ്പോൾ അത് ഹൃദയത്തിലൂടെ പ്രപഞ്ചത്തിലേക്ക് പടരുന്നതായും സങ്കൽപ്പിക്കുക. 6 സെക്കൻഡ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, 6 സെക്കൻഡ് ശ്വാസം പുറത്തേക്ക് വിടുക. ഇത് നിങ്ങളുടെ നാഡീവ്യൂഹത്തെ ശാന്തമാക്കുകയും ഹൃദയത്തിന്റെ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. 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 നിങ്ങളുടെ ശരീരത്തിനു ചുറ്റും 2 വിപരീത ത്രികോണങ്ങൾ ചേർന്ന നക്ഷത്രരൂപം ഭാവനയിൽ കാണുക. ഇതാണ് നിങ്ങളുടെ ലൈറ്റ് വെഹിക്കിൾ. നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ നിന്ന് തുടങ്ങി കാൽമുട്ട് വരെ എത്തുന്ന മുകളിലേക്ക് നോക്കുന്ന ത്രികോണം. ഇത് വെളുത്ത പ്രകാശത്താൽ നിറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ തോളിൽ നിന്ന് തുടങ്ങി പാദങ്ങൾക്ക് താഴെ വരെ എത്തുന്ന താഴേക്ക് നോക്കുന്ന ത്രികോണം. ഇത് പച്ചയോ സ്വർണമോ ആയ പ്രകാശത്താൽ നിറഞ്ഞിരിക്കുന്നു. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ മുകളിലെ ത്രികോണം ഘടികാരദിശയിലും താഴത്തെ ത്രികോണം വിപരീത ദിശയിലും അതിവേഗം കറങ്ങുന്നതായി സങ്കൽപ്പിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ഇത് നിങ്ങളുടെ വൈബ്രേഷനെ 5th ഡയമെൻഷൻ ഫ്രീക്വൻസിയിലേക്ക് ഉയർത്തുന്നു. മെർക്കബ് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ഹൃദയത്തിന്റെ കൃത്യം മധ്യത്തിലേക്ക് കൊണ്ടുവരിക.
അവിടെ സീഡ് ഓഫ് ലൈഫ് വിരിയുന്നത് ഭാവനയിൽ കാണുക. ഈ ജ്യാമിതീയ രൂപം വികസിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ സ്നേഹത്തിന് തടസ്സമായി നിൽക്കുന്ന പഴയ ഓർമ്മകൾ, ഭയം, സങ്കടങ്ങൾ എന്നിവ അലിഞ്ഞുപോകുന്നു. നിങ്ങൾ ഇപ്പോൾ ഒരു പ്രകാശഗോപുരമായി മാറിക്കഴിഞ്ഞു. ഈ പ്രകാശം നിങ്ങളുമായി ആത്മീയമായി പൊരുത്തപ്പെടുന്ന വ്യക്തികളെ പ്രപഞ്ചത്തിൽ തിരഞ്ഞുപോകുന്നു. ഈ ധ്യാനാവസ്ഥയിൽ ഇരുന്നുകൊണ്ട് പറയുന്ന വാചകങ്ങൾ അതീവ ഏകാഗ്രതയോടെ പറയുക. ഞാൻ പ്രപഞ്ചത്തിന്റെ പരിശുദ്ധ ജ്യാമിതീയ താളവുമായി പൂർണ്ണമായും ഒത്തുപോകുന്നു. എന്റെ ഹൃദയം സ്നേഹത്തിന്റെ ഉന്നത ആവൃത്തിയിലാണ്. എനിക്ക് യോജിച്ച ആത്മബന്ധങ്ങൾ ഇപ്പോൾ കാന്തികശക്തിയാൽ എന്നിലേക്ക് ആകർഷിക്കപ്പെടുന്നു. എന്റെ ഉള്ളിലെ മെർക്കബ് പ്രകാശം എന്റെ യഥാർത്ഥ ആത്മമിത്രത്തെ എന്നിലേക്ക് നയിക്കുന്നു. പഴയ മുറിവുകളെല്ലാം മായുന്നു. ഞാൻ ഇപ്പോൾ പരിശുദ്ധവും സത്യസന്ധവുമായ സ്നേഹത്തിന് തയ്യാറാണ്. ധ്യാനിക്കുമ്പോൾ ഹൃദയത്തിന് സമീപം ഒരു റോസ് ക്വാർട്സ് കല്ല് വെക്കുന്നത് അനാഹത ചക്രത്തിലെ തടസ്സങ്ങൾ വേഗത്തിൽ മാറാൻ സഹായിക്കും. ശാസ്ത്രീയമായി ഹൃദയത്തിന്റെ കാന്തിക മണ്ഡലം തലച്ചോറിനേക്കാൾ 5000 മടങ്ങ് ശക്തമാണ്. പവിത്ര ജ്യാമിതി പ്രകാരം നിങ്ങളുടെ മെർക്കബ ഉണർന്നു കഴിയുമ്പോൾ ഈ മണ്ഡലം ഒരു ടോറസ് ആകൃതിയിൽ നിങ്ങളെ പൊതിയുന്നു. ശ്വാസമെടുക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പ്രകാശം പുറത്തേക്ക് ഒഴുകുന്നതായും അത് നിങ്ങളുടെ ശരീരത്തിനു ചുറ്റും ഒരു ഊർജ്ജ കവചം തീർക്കുന്നതായും സങ്കൽപ്പിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ഈ കവചം ലോ വൈബ്രേഷൻ ഉള്ള ബന്ധങ്ങളെ തടയുകയും ഹൈ വൈബ്രേഷൻ ഉള്ള ബന്ധങ്ങളെ ആകർഷിക്കുകയും ചെയ്യുന്നു. പലപ്പോഴും നമ്മൾ ഒരു പങ്കാളിയെ തിരയുന്നത് നമ്മുടെ ഉള്ളിലെ ശൂന്യത നികത്താനാണ്. എന്നാൽ ജ്യാമിതീയ നിയമപ്രകാരം അഭാവം എന്ന ആവൃത്തി കൂടുതൽ അഭാവത്തെ മാത്രമേ ആകർഷിക്കൂ. എനിക്ക് ഒരാളെ വേണം എന്ന ചിന്തയ്ക്ക് പകരം ഞാൻ പൂർണ്ണനാണ്, ആ പൂർണ്ണത പങ്കിടാൻ ഞാൻ തയ്യാറാണ് എന്ന ചിന്തയിലേക്ക് മാറുക. നിങ്ങളുടെ ജ്യാമിതീയ മണ്ഡലം പൂർണ്ണമാകുമ്പോൾ പ്രപഞ്ചം സ്വാഭാവികമായും മറ്റൊരു പൂർണ്ണതയെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഇനി പറയുന്ന ഈ വാചകങ്ങൾ നിശബ്ദമായി ഉള്ളിൽ മന്ത്രിക്കുന്നത് നിങ്ങളുടെ മനോമയ കോശത്തെ ശുദ്ധീകരിക്കും. എന്റെ ഉള്ളിലെ പുരുഷസ്ത്രീ ഊർജ്ജങ്ങൾ മെർക്കബയുടെ സമതുലിതാവസ്ഥയിൽ ഒന്നിക്കുന്നു. ഇത് ഉത്തമമായ ആത്മബന്ധങ്ങളെ എന്നിലേക്ക് നയിക്കുന്നു. പ്രപഞ്ചത്തിന്റെ ജ്യാമിതീയ താളത്തിനൊപ്പം എന്റെ ഹൃദയമിടിപ്പും ക്രമപ്പെട്ടിരിക്കുന്നു. സ്നേഹത്തിന്റെ എല്ലാ തടസ്സങ്ങളും ഇപ്പോൾ അലിഞ്ഞുപോകുന്നു. ഞാൻ ഒരു കാന്തം പോലെയാണ്. പരിശുദ്ധവും സത്യസന്ധവുമായ സ്നേഹത്തെ മാത്രം ഞാൻ സ്വീകരിക്കുന്നു. ധ്യാനത്തിലിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന അനാവശ്യമായ ചരടുകൾ മെർക്കബയുടെ അതിവേഗത്തിലുള്ള കറക്കത്തിലൂടെ മുറിക്കപ്പെടുന്നത് സങ്കൽപ്പിക്കുക.
എന്റെ വളർച്ചയെ തടയുന്ന എല്ലാ ഊർജ്ജ ബന്ധനങ്ങളിൽ നിന്നും ഞാൻ ഇപ്പോൾ സ്വതന്ത്രനാണ്, സ്വതന്ത്രയാണ്. എന്റെ ഊർജ്ജം എന്റേത് മാത്രമാണ് എന്ന് പറയുക. പരിശുദ്ധ ജ്യാമിതിയിലെ ഏറ്റവും ശക്തമായ രൂപമാണ് ഫ്ലവർ ഓഫ് ലൈഫ്. ഇത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപരമായ മാതൃകയാണ്. നിങ്ങളുടെ ഹൃദയത്തിന് ഉള്ളിൽ ഒരു ചെറിയ വിത്തായി തുടങ്ങി അത് വികസിച്ചു വലിയൊരു ഫ്ലവർ ഓഫ് ലൈഫ് ആയി മാറുന്നത് സങ്കൽപ്പിക്കുക. ഈ രൂപം നിങ്ങളുടെ ശരീരത്തിനു ചുറ്റും വ്യാപിക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഡിവിൻ ഓർഡർ കൊണ്ടുവരുന്നു. ഇത് നിങ്ങളുമായി ആത്മീയമായി പൊരുത്തപ്പെടുന്നവരെ മാത്രം നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ സഹായിക്കും. മറ്റൊരാൾ നമ്മളെ സ്നേഹിക്കണം എന്ന് ആഗ്രഹിക്കുന്നതിനു മുൻപ് നമ്മുടെ ഉള്ളിലെ സെൽഫ് വർത്ത് വർദ്ധിപ്പിക്കണം. കണ്ണാടിയിൽ നോക്കി നിങ്ങളുടെ കണ്ണുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കണ്ണുകൾ ആത്മാവിന്റെ ജാലകങ്ങളാണ്. നിങ്ങളുടെ സ്വന്തം ആത്മാവിനോട് മലയാളത്തിൽ ഇപ്രകാരം പറയുക: ഞാൻ എന്നെ പൂർണ്ണമായും അംഗീകരിക്കുന്നു. എന്റെ ഉള്ളിലെ ദിവ്യപ്രകാശത്തെ ഞാൻ സ്നേഹിക്കുന്നു. ഞാൻ സ്നേഹത്തിന്റെ പൂർണ്ണരൂപമാണ്. ധ്യാനിക്കുമ്പോൾ 432 ഹെർട്സ് ഫ്രീക്വൻസിയുള്ള സംഗീതം കേൾക്കുന്നത് ഹൃദയത്തിന്റെ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിനെ പവിത്ര ജ്യാമിതീയ രൂപങ്ങളുമായി എളുപ്പത്തിൽ ഒത്തുപോകാൻ സഹായിക്കും. ഇത് നിങ്ങളുടെ ആന്തരിക പരിവർത്തനം വേഗത്തിലാക്കും. ഈ വാചകങ്ങൾ നിങ്ങളുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കുക. എന്റെ ജീവിതം വിശുദ്ധമായ സ്നേഹത്താൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ ആത്മാവിനെ തിരിച്ചറിയുന്നവർ എന്നിലേക്ക് എത്തിച്ചേരുന്നു. ഞാൻ പ്രപഞ്ചത്തിന്റെ സ്നേഹപ്രവാഹത്തിൽ വിശ്വസിക്കുന്നു. ശരിയായ വ്യക്തി ശരിയായ സമയത്ത് എന്റെ ജീവിതത്തിലേക്ക് വരുന്നു. എന്റെ ഹൃദയം സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഉറവിടമാണ്. ഞാൻ സ്നേഹത്തിന്റെ ഒരു ഉന്നത ആവൃത്തിയിലാണ് ജീവിക്കുന്നത്. നിങ്ങളുടെ ജ്യാമിതീയ മണ്ഡലത്തെ സജീവമാക്കാൻ ശ്വസനത്തിന് വലിയ പങ്കുണ്ട്. ഇത് നിങ്ങളുടെ ഹൃദയത്തെയും പ്രപഞ്ചത്തെയും തമ്മിൽ ഒരു പൾസ് പോലെ ബന്ധിപ്പിക്കുന്നു. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ പ്രപഞ്ചത്തിൽ നിന്നുള്ള വെളുത്ത പ്രകാശം നിങ്ങളുടെ തലയ്ക്ക് മുകളിലൂടെ മെർക്കബയിലേക്ക് നിറയുന്നതായി സങ്കൽപ്പിക്കുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ആ പ്രകാശം നിങ്ങളുടെ ഹൃദയത്തിലൂടെ വികസിച്ച് നിങ്ങളുടെ ശരീരത്തിന് പുറത്തുള്ള 30 അടി ചുറ്റളവിലേക്ക് പടരുന്നത് കാണുക. ഇത് നിങ്ങളുടെ ഓറ വൃത്തിയാക്കുകയും നെഗറ്റീവ് ഊർജ്ജങ്ങളെ അകറ്റി നിർത്തുകയും ചെയ്യുന്നു. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക.
ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. അനാഹത ചക്രത്തിന്റെ ഉള്ളിൽ അതിസൂക്ഷ്മമായ ഒരു ഇടമുണ്ട്. ഇവിടെയാണ് നിങ്ങളുടെ ആത്മാവിന്റെ യഥാർത്ഥ സംഗീതം കുടികൊള്ളുന്നത്. എന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ഞാൻ പ്രപഞ്ചവുമായി ഒന്നാകുന്നു. അവിടെ ഞാൻ സ്നേഹം മാത്രമാണ്. ആ സ്നേഹത്തിന്റെ തരംഗങ്ങൾ എന്റെ സോൾമേറ്റിനെ എന്നിലേക്ക് വിളിക്കുന്നു എന്ന് പറയുക. നിങ്ങളുടെ വീടിനുള്ളിൽ ഒരു പ്രത്യേക ഊർജ്ജ കേന്ദ്രം നിർമ്മിക്കുന്നത് ആത്മബന്ധങ്ങളെ വേഗത്തിൽ ആകർഷിക്കാൻ സഹായിക്കും. ഒരു ഫ്ലവർ ഓഫ് ലൈഫ് ചിഹ്നത്തിനു മുകളിൽ ഒരു റോസ് ക്വാർട്സ് മധ്യഭാഗത്തും അതിനു ചുറ്റും 4 ക്ലിയർ ക്വാർട്സ് കല്ലുകളും വയ്ക്കുക. ഈ ഗ്രിഡ് നിങ്ങളുടെ ആഗ്രഹം പ്രപഞ്ചത്തിലേക്ക് നിരന്തരം പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുക. നിങ്ങളുടെ ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യാൻ ആയി. ഞാൻ സ്നേഹിക്കപ്പെടാൻ പൂർണ്ണ അർഹനാണ്, അർഹയാണ്. എന്നെ മനസ്സിലാക്കുന്ന, ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്റെ ജീവിതത്തിലേക്ക് കടന്നുവരികയാണ്. ദിവ്യമായ ആസൂത്രണത്താൽ എന്റെ ആത്മബന്ധം എന്നെ തേടിവരുന്നു. ഞാൻ അവരെ ഹൃദയം തുറന്ന് സ്വീകരിക്കാൻ തയ്യാറാണ്. എന്റെ ജീവിതത്തിലെ ഓരോ സ്പന്ദനവും സ്നേഹത്താൽ നിറഞ്ഞിരിക്കുന്നു. ഇവ എന്നും ആവർത്തിക്കുക. പുതിയ ബന്ധങ്ങൾ വരുന്നതിന് മുൻപ് നിങ്ങളുടെ ജീവിതത്തിലെ പഴയ ഡ്രാമകൾ അവസാനിപ്പിക്കണം. നിങ്ങളെ വേദനിപ്പിച്ചവരോട് മനസ്സാക്ഷമിക്കുക. ഞാൻ നിനക്ക് മാപ്പ് നൽകുന്നു, നിന്നെ സ്നേഹപൂർവ്വം വിട്ടേക്കുന്നു എന്ന് പറയുന്നതിലൂടെ നിങ്ങളുടെ ഹൃദയത്തിലെ ജ്യാമിതീയ വിള്ളലുകൾ ഇല്ലാതാവുന്നു. ശുദ്ധമായ ഹൃദയത്തിനെ ശുദ്ധമായ ബന്ധങ്ങളെ ആകർഷിക്കാൻ കഴിയൂ. എന്റെ ഹൃദയത്തിലെ ദിവ്യമായ ജ്യാമിതി പ്രപഞ്ചത്തിന്റെ അനന്തമായ പ്രകാശവുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ ഓരോ ശ്വാസവും സ്നേഹത്തിന്റെ പുതിയൊരു തരംഗമായി ലോകത്തിലേക്ക് പടരുന്നു. എനിക്ക് അനുയോജ്യമായ ആത്മബന്ധങ്ങൾ ഇപ്പോൾ എന്റെ ജീവിതത്തിലേക്ക് കാന്തികശക്തിയാൽ ആകർഷിക്കപ്പെടുന്നു. അനാഹത ചക്രത്തിന് 12 ദളങ്ങൾ ഉണ്ടെന്നാണ് വിശ്വാസം. ഓരോ ദളവും സ്നേഹം, സമാധാനം, കരുണ തുടങ്ങിയ ഗുണങ്ങളെ സൂചിപ്പിക്കുന്നു. ഓരോ ദളത്തിലും കുടുങ്ങിക്കിടക്കുന്ന പഴയ വികാരങ്ങളെ പക, സങ്കടം, അസൂയ, മെർക്കബയുടെ പ്രകാശം കൊണ്ട് കഴുകിക്കളയുക. ഹൃദയം ശൂന്യമാകുമ്പോൾ അവിടെ പ്രപഞ്ചത്തിന് സ്നേഹം നിറയ്ക്കാൻ എളുപ്പമാകും. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ഈ ശുദ്ധീകരണം പൂർത്തിയാകുമ്പോൾ നിങ്ങളുടെ കണ്ണുകളിലും ശബ്ദത്തിലും ഒരു പ്രത്യേക ആകർഷണീയത വരുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടും. എല്ലാ സൃഷ്ടിയുടെയും തുടക്കം സീഡ് ഓഫ് ലൈഫ് എന്ന ജ്യാമിതീയ രൂപത്തിൽ നിന്നാണ്.
പുതിയൊരു ബന്ധം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഉത്തമമാണ്. കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ 7 വൃത്തങ്ങൾ ചേർന്ന ഒരു പൂവ് സങ്കൽപ്പിക്കുക. ഓരോ വൃത്തവും വികസിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ 7 പ്രധാന മേഖലകൾ ആരോഗ്യം, സ്നേഹം, സമ്പത്ത്, സമാധാനം, ജ്ഞാനം, കരുണ, പൂർണ്ണത ശുദ്ധീകരിക്കപ്പെടുന്നതായി ഭാവനയിൽ കാണുക. എന്റെ ഹൃദയം സ്നേഹത്തിന്റെ ഉന്നത ആവൃത്തിയിലാണ്. എനിക്ക് യോജിച്ച ആത്മബന്ധങ്ങൾ ഇപ്പോൾ കാന്തികശക്തിയാൽ എന്നിലേക്ക് ആകർഷിക്കപ്പെടുന്നു. എല്ലാ ദിവസവും രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിലോ അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് തൊട്ടുമുൻപോ ഇത് പരിശീലിക്കുക. പരിശീലനം വിജയകരമാകുമ്പോൾ 1111, 222 തുടങ്ങിയ നമ്പറുകൾ കൂടെ കാണുകയോ അപ്രതീക്ഷിതമായി നിങ്ങളെ സഹായിക്കാൻ ആളുകൾ വരികയോ ചെയ്യും. ആരെയും നിർബന്ധപൂർവം ജീവിതത്തിൽ പിടിച്ചു നിർത്തണം എന്ന വാശി ഇല്ലാതാവുകയും വരാനുള്ളത് വരും എന്ന സമാധാനം ഉണ്ടാവുകയും ചെയ്യുക. കൂടുതൽ പച്ചക്കറികളും ശുദ്ധമായ വെള്ളവും ഉപയോഗിക്കുക. ഇത് ശരീരത്തിലെ കോശങ്ങളുടെ വൈബ്രേഷൻ നിലനിർത്താൻ സഹായിക്കും. നിങ്ങൾ കൂടുതൽ സമയം ചിലവഴിക്കുന്ന സ്ഥലം നിങ്ങളുടെ ഊർജ്ജത്തെ സ്വാധീനിക്കുന്നു. നിങ്ങളുടെ വീടിന്റെ കിഴക്ക് ഭാഗത്തോ വടക്ക് ഭാഗത്തോ ചെറിയൊരു സ്നേഹകോൺ ഒരുക്കുക. അവിടെ പച്ച നിറത്തിലുള്ള തുണിയോ ചെടികളോ വയ്ക്കുക. പവിത്ര ജ്യാമിതീയ രൂപങ്ങൾ, ഉദാഹരണത്തിന് ശ്രീചക്രം അല്ലെങ്കിൽ മെർക്കപ്പ ക്രിസ്റ്റൽ, അവിടെ സ്ഥാപിക്കുന്നത് ഹൃദയചക്രത്തെ ഉണർത്താൻ സഹായിക്കും. നമ്മുടെ ആന്തരിക ലോകത്തെ ക്രമീകരിക്കുന്നതിലൂടെ ബാഹ്യലോകത്തെ ബന്ധങ്ങളെ മാറ്റിയെടുക്കാം എന്ന വലിയ സത്യമാണ് മെർക്കബയും ഹൃദയചക്രവും തമ്മിലുള്ള ഈ സമന്വയം നമുക്ക് കാണിച്ചു തരുന്നത്. നാം സ്നേഹം തേടി അലയേണ്ടതില്ല, പകരം സ്നേഹത്തിന്റെ ഒരു കേന്ദ്രമായി മാറിയാൽ മതി. ജ്യാമിതീയ രൂപങ്ങളും മന്ത്രങ്ങളും വെറും സങ്കല്പങ്ങളല്ല, അവ നിങ്ങളുടെ ഊർജ്ജശരീരത്തെ പുനർനിർമ്മിക്കാനുള്ള ഉപകരണങ്ങളാണ്. ശരിയായ സോൾ കണക്ഷൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് നിങ്ങൾക്ക് സമാധാനവും വളർച്ചയുമാണ് നൽകുക, അശാന്തിയല്ല. നിങ്ങളുടെ ഉള്ളിലെ മെർക്കബ പ്രകാശിക്കുകയും അനാഹത ചക്രം പ്രപഞ്ച സ്നേഹത്തിനായി തുറക്കപ്പെടുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു അദ്ഭുതമായി മാറുന്നു. പ്രപഞ്ചം അതിന്റെ മാത്തമാറ്റിക്കൽ കൃത്യതയോടെ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ആത്മാവിനെ നിങ്ങളുടെ മുന്നിലെത്തിക്കും. ഈ പരിശീലനം പൂർത്തിയാക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ. നിങ്ങളുടെ ആന്തരിക ഫ്രീക്വൻസി മാറുമ്പോൾ ബാഹ്യലോകം അതിനനുസരിച്ച് മാറാൻ അല്പം സമയമെടുത്തേക്കാം. പ്രപഞ്ചത്തിന്റെ കൃത്യതയിൽ വിശ്വസിക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി കടന്നുവരുന്ന ആളുകളെയും സാഹചര്യങ്ങളെയും നിരീക്ഷിക്കുക. അവ നിങ്ങളുടെ മാറ്റത്തിന്റെ അടയാളങ്ങളാണ്. നിങ്ങൾ സ്നേഹത്തിനായി മറ്റൊരാളെ ആശ്രയിക്കുന്നതിന് പകരം സ്നേഹത്തിന്റെ ഉറവിടമായി മാറുമ്പോൾ ഏറ്റവും ഉന്നതമായ ആത്മബന്ധങ്ങൾ നിങ്ങളെ തേടിവരുന്നു. നിങ്ങളുടെ ഉള്ളിലെ മെർക്കബയുടെ പ്രകാശവും ഹൃദയത്തിന്റെ വൈകാരിക തുലനാവസ്ഥയും എന്നും നിലനിൽക്കട്ടെ. നിങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കുന്ന, ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന ആത്മബന്ധങ്ങളാൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങൾ സ്നേഹമാകൂ, സ്നേഹം നിങ്ങളെ തേടി വരും. താങ്ക് യു ഗോഡ്, താങ്ക് യു ഓൾ.